അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുസ്തഫ വഅലാ ആലിഹി അഹ്ലി സിദ്ഖി വൽ വഫ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസ്വിലാക്കി തരട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ. മരണം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. മരിക്കുന്നത് വരെ ആഫിയത്ത് നിലനിർത്തട്ടെ. ഈമാൻ സലാമത്തിലായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു തആല നന്മ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഭൗതികമായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാണ്? നാളെ ആഖിറത്തിൽ അല്ലാഹു സജ്ജമാക്കി വെച്ചിട്ടുള്ളതായ സ്വർഗം, അത് ഇവിടെ പരീക്ഷണങ്ങളിൽ ക്ഷമാശീലരായി ഈ ഭൗതികമായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയെ വളരെ ആത്മാർത്ഥമായി പ്രണയിച്ച് അവന് ഇബാദത്ത് ചെയ്ത് അവൻ നൽകുന്നതായ എല്ലാവിധ പരീക്ഷണങ്ങളിലും ക്ഷമിക്കുന്നവർക്കാണ് നാളെ ആഖിറത്തിൽ ഉന്നതമായ ദറജ അല്ലാഹു നൽകുന്നത്. ദുനിയാവിലുള്ള പരീക്ഷണങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ആ വിഷയത്തിനോട് എന്ത് സമീപനം ചെയ്യുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങളെ കൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് നൽകും. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ നൽകും. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ നമ്മളെ പരീക്ഷിക്കും. ഇത്തരം കാര്യങ്ങളോടൊക്കെ വല്ലാത്തൊരു ഖൗഫ് തന്ന്, വല്ലാത്തൊരു ഭയം തന്ന് നമ്മളെ പരീക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ഈ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത് വബശ്ശിരി സ്വാബിരീൻ എന്ന് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ഇതിലൊക്കെ ക്ഷമയുള്ളവർക്ക് നാളെ സ്വർഗത്തിൽ അല്ലാഹു ഉന്നതമായ ദറജ നൽകുന്നു. അല്ലാഹു നൽകുമാറാവട്ടെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ അള്ളാഹു അവിടുത്തെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചതായ ജീവിതത്തിന് എതിരായി വരുമ്പോൾ, മഹാന്മാർ കാണിച്ചു തന്നിട്ടുള്ളതായ ജീവിതത്തിന് എതിരായി വരുമ്പോഴും ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ദാരിദ്ര്യം വരാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കേട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടത് അതെല്ലാം തിരുത്തി നല്ല നിലക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പം നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഞെരുക്കങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തു നൽകും എന്നുള്ളതിൽ സംശയമില്ല. ആദ്യമായി ഒരു കാര്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്താണ് തീരാത്ത ദാരിദ്ര്യം നൽകുന്നത്? നമ്മളൊരു അന്വേഷകരായി അത് നമ്മൾ വല്ലാത്തൊരു നിരീക്ഷണമായി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നിസ്കാരം, 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് ഹദീസുകളിൽ നിസ്കരിക്കാത്തവന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഭൂമിയിലുള്ള ശിക്ഷ അവൻ്റെ ഭക്ഷണത്തിൻ്റെ ബറക്കത്ത്, അവൻ്റെ ജീവിതത്തിലെ ബറക്കത്ത്, സമ്പത്തിൻ്റെ ബറക്കത്ത് എടുത്തു കളയും എന്ന് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മല്ലം യുസല്ലി സ്വലാത്തൽ ഫജർ, ആരെങ്കിലും സുബ്ഹ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ലം യകുൻ ഫി റിസ്ഖിഹി ബറക്കത്തുൻ, അവൻ്റെ റിസ്ഖിൽ അല്ലാഹു ബറക്കത്ത് നൽകുകയില്ല. സുബ്ഹ് നിസ്കരിക്കാത്തവൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അധ്വാനിച്ചാലും ആ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുകയില്ല എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മുടെ കടങ്ങളോ നമ്മുടെ ദാരിദ്ര്യമോ തീരുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നടക്കുന്ന വീടുകളിൽ അതല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവം നമ്മളിലുണ്ടായാൽ
നമ്മളിൽ ദാരിദ്ര്യമുണ്ടാകും എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതിൻ്റെ ഒരു ശേഖരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, വസ്ത്രത്തിലെ കീറിയ ഭാഗം ധരിച്ചുകൊണ്ട് തന്നെ തുന്നുക. ചില സ്ത്രീകളുടെ സ്വഭാവമാണത്. എവിടെങ്കിലും കീറൽ കണ്ടാൽ അവിടെ ധരിച്ചുകൊണ്ട് തന്നെ അതിനെ തുന്നിക്കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ അടിച്ചു വാരി, പകൽ സമയങ്ങളിലാണെങ്കിലും രാത്രി സമയങ്ങളിലാണെങ്കിലും അടിച്ചു വാരി അതിൻ്റെ അടിക്കാട്ട് നമ്മുടെ വീട്ടിൽ കൂട്ടിവെച്ചാൽ, അത് എടുത്തു കളയാതെ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാത്രി വീട് അടിച്ചു വാരുക. വൈകുന്നേരം മഗ്‌രിബിൻ്റെ മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം. രാത്രി വീട് അടിച്ചു വാരിക്കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ പറയുന്ന ഉമ്മറപ്പടി എന്ന് പറയും. ഇമ്മരപ്പടി, നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ആ പടിയിൽ ഇരിക്കുക. ഇത് ദാരിദ്ര്യമുണ്ടാക്കുന്ന സ്വഭാവമാണ്. ചില ആളുകളൊക്കെ എത്ര സോഫയും എത്ര കസാരയും ഉണ്ടായാലും അവർ നേരെ വന്നിട്ട് ഉമ്മറപ്പടിയിലിരിക്കുന്ന സ്വഭാവം നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട്. അങ്ങനെ ഒരാളുടെ സ്വഭാവമുണ്ടെങ്കിൽ ആ വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം നൽകും. അത് വലിയ കറാഹത്തുള്ള കാര്യവുമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഉമ്മമാർ പേന് തലയിൽ നിന്ന് എടുത്ത് അതിനെ ചില ആളുകൾ കരിയിച്ച് കളയുന്ന ആളുകളുണ്ട്. അതുപോലെ വെറുതെ വിട്ട് കളയുന്ന ആളുകളുണ്ട്. ഈ രണ്ട് സ്വഭാവം കൊണ്ടും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഉള്ളിത്തൊലി തീയിലിട്ട് കരിയിക്കുക. ഉള്ളിയുടെ തൊലി തീയിലിട്ട് കരിയിച്ചാൽ അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം നൽകുന്നതാണ്. മറ്റൊരു കാര്യം, വ്യഭിചരിക്കുക, പലിശ വാങ്ങുക, പലിശ കൊടുക്കുക, പലിശയുമായി ബന്ധപ്പെടുക. ഇപ്പം നമുക്കറിയാലോ, നമ്മൾ ബാങ്കുമായി ബന്ധപ്പെടാത്ത ഒരു സാഹചര്യം ഒരു വീട്ടിലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോലും, അതല്ലെങ്കിൽ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും കഴുത്തിലെ കമ്മൽ കൊണ്ടുപോയി പണയം വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമുണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് കടക്കുന്ന സമയത്ത് വലത് കാല് മുന്തിച്ച് കടക്കുക. നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു സ്വഭാവമാണത്. ഇടത് കാലാണ് മുന്നിട്ട് പോകേണ്ടത്, എന്നാൽ വലത് കാല് മുന്നിട്ട് കൊണ്ട് പോവുക. അതുപോലെ തന്നെ പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് ഇടത് കാല് മുന്തിക്കുക. ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പത്തിരി കഷ്ണങ്ങൾ, നമ്മളെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുക. ഇത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന സ്വഭാവമാണ്. അതുപോലെ തന്നെ ചില ഉമ്മമാർ അല്ലെങ്കിൽ ചില സഹോദരിമാർ, ചില സഹോദരന്മാർ നഖം പല്ലുകൊണ്ട് കടിക്കുക. നഖം പല്ലുകൊണ്ട് കടിച്ചാലും അത്തരത്തിലുള്ള ദാരിദ്ര്യം അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. നഗ്നമായി കിടന്നുറങ്ങുക എന്നുള്ളതാണ് മറ്റൊരു സ്വഭാവം. നഗ്നമായി വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുക. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവരുടേതായ ബന്ധങ്ങൾ കഴിഞ്ഞ് വസ്ത്രം ധരിച്ച് കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇല്ല എങ്കിൽ ആ വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിലത്ത് വീണ ഭക്ഷണം വേസ്റ്റായി തള്ളിക്കളയുക, അവഗണിക്കുക. ഇതും ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ നമ്മളെ പഠിപ്പിച്ച, അദബ് പഠിപ്പിച്ച, മദ്രസയിലും പള്ളിയിലൊക്കെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരുടെ മുമ്പിലൂടെ നടന്നാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം നൽകുന്നതാണ്. അതുപോലെ തന്നെ വാതിൽക്കട്ടിൽ ചാരിയിരിക്കുക. നേരത്തെ പറഞ്ഞ ഇമ്രപ്പടി പോലെ തന്നെ വാതിൽക്കട്ടിയിൽ ചാരിയിരിക്കുക. ഇതും ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കക്കൂസിൽ വെച്ച്, ദണ്ഡാസിൽ വെച്ചുകൊണ്ട് വുളൂ ചെയ്താൽ അവർക്ക് ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അതുപോലെ ചില ആളുകൾക്കൊക്കെ ഒരു ഫാഷനായ സ്വഭാവമുണ്ട്. മാതാപിതാക്കളെ പേര് വിളിക്കുക. ചെറിയ കുട്ടികളോടൊക്കെ നമ്മളത് പേര് വിളിക്കാൻ വേണ്ടി അവരെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സ്വഭാവങ്ങൾ, അങ്ങനത്തെ സ്വഭാവമുണ്ടായാലും ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. അതുപോലെ മാതാപിതാക്കളുടെ മുമ്പിലൂടെ നടക്കുക, അതും ദാരിദ്ര്യമുണ്ടാക്കുന്ന സംഗതികളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൊള്ളിയെടുത്ത്, എവിടെന്നെങ്കിലും കിട്ടുന്ന കൊള്ളി കഷ്ണങ്ങളെടുത്ത് പല്ലിൽ തോണ്ടിക്കഴിഞ്ഞാൽ അതും ദാരിദ്ര്യമുണ്ടാക്കുന്ന സ്വഭാവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഞാനടക്കമുള്ള ആളുകൾ ചെയ്യുന്നതാണ്. ഈ പറയുന്നത് വഴി എനിക്ക് നന്നാവാനും നിങ്ങൾക്ക് മാറ്റം വരുത്താനും ഒക്കെ സാധിക്കുമെന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക.
ഇത് ദാരിദ്ര്യത്തിൻ്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ദാരിദ്ര്യമുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന പിച്ചക്കാരൻ്റെ, യാചകൻ്റെ, അവൻ്റെ സമ്പത്ത് അപഹരിക്കുക, അവൻ്റെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പിച്ചച്ചട്ടിയിൽ കൈയിടുക എന്ന് പറയും. അങ്ങനെ ചെയ്താലും ദാരിദ്ര്യമുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പൊട്ടിയ പേന കൊണ്ട് എഴുതുക, പൊട്ടിയ പേന കൊണ്ട് എഴുതിയാലും, അതുപോലെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് ചീകലും, അതുപോലെ തന്നെ കമഴ്ത്തപ്പെട്ട പാത്രത്തിൽ കഴിക്കലും, നമ്മൾ പാത്രം കമഴ്ത്തി വെച്ചിട്ട് ആ പാത്രത്തിൽ കഴിക്കലും അത് ദാരിദ്ര്യമുണ്ടാക്കുന്ന സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകാതെ വെക്കുക. സ്ത്രീകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ ഭർത്താവിൻ്റെ കടങ്ങൾ തീരാത്തതിൻ്റെ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ മോറാതെ അത് കഴുകാതെ എടുത്തു വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാത്രങ്ങൾ, ഭക്ഷണം പാകം ചെയ്ത് നിറച്ചു വെച്ചിട്ടുള്ളതായ പാത്രങ്ങൾ മൂടി വെക്കാതിരിക്കുക. അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളതാണ്, എന്നോടടക്കമുള്ള ആളുകളോട് ഇരുന്നു കൊണ്ട് തലയിൽ കെട്ടുക. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദാരിദ്ര്യമുണ്ടാക്കുന്ന സംഗതികളാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചിലന്തി വലകളുണ്ടാവും. ആ ചിലന്തി എട്ടുകാലി വല എന്ന് പറയുന്ന വലകൾ അത് അതിനെ അവിടുന്ന് അതിനെ അവിടുന്ന് ഒഴിവാക്കാതിരിക്കുക. ഇതും നമുക്ക് നീക്കം ചെയ്യാതിരിക്കുക. ഇതും ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുക. സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. ബാലശൈത്താനു അല ഉദ്നിഹി എന്ന് ഹദീത്തിൽ കാണാം. സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുന്നവൻ്റെ ചെവിയിൽ ഇബ്ലീസ് മൂത്രമൊഴിക്കും. ആ വീട്ടിൽ അള്ളാഹു ബറക്കത്ത് നൽകുകയില്ല എന്ന് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വെള്ളം മറ്റൊരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് മുടക്കം വരുത്തുക ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് മുളച്ചു പൊന്തിയതായ മരം അത് മറ്റൊരാൾക്ക് തണലുണ്ടാക്കുന്നതാണെങ്കിൽ അതവനക്ക് തണൽ കിട്ടണ്ട എന്ന് കരുതിയിട്ട് അതിനെ മുറിച്ചു മാറ്റുക, അതും ദാരിദ്ര്യമുണ്ടാക്കുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ നുണ പറയുക, തൊള്ള തുറന്നാൽ നുണ പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതും ദാരിദ്ര്യമുണ്ടാക്കുന്ന സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ 2 വിരൽ ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കുക ദാരിദ്ര്യമുണ്ടാക്കുന്ന സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഔലിയാക്കന്മാരെ, ഏതെങ്കിലും മഹാന്മാരാകുന്ന സൂഫിയാക്കളെ, ഉസ്താദുമാരെ നിന്ദിക്കുക. ഫേസ്ബുക്കിലും വാട്സപ്പിലും കാണുന്ന വീഡിയോസുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വാർത്തകളോ അതിൻ്റെ നിജസ്ഥിതികൾ അറിയാതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ദാരിദ്ര്യത്തിന് അത് കാരണമാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോവരുത്. ആ കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുക. അതുപോലെ തന്നെ വലത്തെ കൈ കൊണ്ട് കാല് കഴുകുക. താടി രോമത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബാത്റൂമിലോ അതല്ലെങ്കിൽ വെണ്ണൂറിലോ തുപ്പുക. ഇതൊക്കെ ദാരിദ്ര്യമുണ്ടാക്കുന്ന സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്കുണ്ടാവും മൂക്കിലിങ്ങനെ വിരലിട്ടുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ എത്ര ചീപ്പായിട്ട് പറയുന്നത് ദാരിദ്ര്യമുണ്ടാക്കാൻ ഇതൊക്കെ കാരണമാകുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുക. അതുപോലെ പതിവായി ഊരക്ക് കൈ കൊടുത്തിരിക്കുക. സ്ത്രീകളിലാണത് കൂടുതലായിട്ട് കാണാറുള്ളത്. ഊരക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം സ്ഥിരമായി ചെയ്യുന്നത് ദാരിദ്ര്യത്തിന് കാരണമാണ്. അതുപോലെ ഇടത്തെ കാലിൽ ആദ്യം ചെരുപ്പ് ധരിക്കുക. ആദ്യം വലതേ കാലിലാണ് ധരിക്കേണ്ടത്, ഇടത് കാലിൽ ധരിക്കുക. ഇതൊക്കെ വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്രമിക്കുക, വാക്കുകളെ കൊണ്ടോ കൈകളെ കൊണ്ടോ മറ്റുള്ളവരെ ആക്രമിക്കുക, വഞ്ചിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുക. ഈ സ്വഭാവം നമ്മളിലുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദാരിദ്ര്യം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ സമ്പത്തിലുള്ള അത്യാഗ്രഹം അത് ദാരിദ്ര്യമുണ്ടാക്കും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതായ
ആരോഗ്യം വെച്ചുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന സമ്പാദ്യങ്ങളൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അത് അത്യാഗ്രഹമായി മാറുമ്പോൾ അതും നമുക്ക് ദാരിദ്ര്യത്തിന് വഴിയൊരുക്കുന്നു എന്ന് മഹാന്മാർ പറയുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിലൂടെ, അന്യ സ്ത്രീകൾക്കിടയിലൂടെ വെറുതെ നടക്കുക, കോമാളികളെപ്പോലെ വെറുതെ ഇങ്ങനെ നടക്കുക, ഇതും ദാരിദ്ര്യമുണ്ടാക്കുന്ന സ്വഭാവങ്ങളിൽ പെട്ടതാണ്. മുട്ടുകെട്ടിയിരിക്കുക, അതുപോലെ തന്നെ നിസ്കാരത്തിൽ കോട്ടുവായിടുക, ഇത്തരം കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എണ്ണിയിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇനി പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കടങ്ങൾ തീരാതെ, നമ്മുടെ പ്രയാസങ്ങൾ തീരാതെ, നമുക്ക് ജീവിതത്തിൽ ബറക്കത്തില്ലാതെ ദാരിദ്ര്യമായ ഒരവസ്ഥ നമുക്ക് വരാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളതായ ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കിത്തരും. അതിൽ നബി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അദ്നാഹ അൽ ഫഖ്റു, ഏറ്റവും ലളിതമായത്, ഏറ്റവും ചെറുത് നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ്. നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നതൊരു 100 പ്രാവശ്യമെങ്കിലും ദിവസേന ചെല്ലുന്നവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ-റാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്ന് അതിൽ നിന്ന് വിട്ടുനിന്ന് ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നമ്മുടെ ദാരിദ്ര്യങ്ങളൊക്കെ അല്ലാഹു തീർത്ത് റാഹത്ത് അല്ലാഹു നൽകട്ടെ. നമുക്ക് കടങ്ങളില്ലാത്ത കുടുംബജീവിതത്തിൽ നല്ല സമാധാനമുള്ള ജീവിതം അല്ലാഹു നൽകട്ടെ. മരിക്കുന്നത് വരെ ആഫിയത്ത് അല്ലാഹു നിലനിർത്തട്ടെ. മരിക്കുന്ന സമയം ഈമാൻ സലാമത്തിലാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.